നമുക്കേ പൈനാപ്പിൾ വെച്ചൊരു ജാം ഉണ്ടാക്കിയാലോ? നല്ല പഴുത്ത പൈനാപ്പിൾ ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പൾപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെറിയ തീയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത്ര മതിയോ? പൈനാപ്പിൾ നല്ല മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാര കുറച്ച് മതി. ഇത് നല്ല കുറുകി വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇതിനകത്ത് പൈനാപ്പിളിൻ്റെ ആ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അതിനകത്ത് ഒരു കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, കറുവപ്പട്ടയും ഗ്രാമ്പും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്, കുറച്ച് കുറുകിയിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീര് ഫുള്ള് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇളക്കി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഒരു കുറച്ചും കൂടി ഒന്ന് വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് ഈ കറുവപ്പട്ടയും ഗ്രാമ്പൂവിൻ്റെ ഇത് നമുക്ക് എടുത്ത് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഗ്രാമ്പു ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഗ്രാമ്പും കൂടെ എടുത്ത് കളയണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് തണുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ. കണ്ടോ, ശരിക്കും ആ ജാമിൻ്റെ ആ ഒരു പരുവ് ഇതാണേ. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് കട്ടയാവും കേട്ടോ. ഇത് മതി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല മധുരവും